ബ്രോക്കോളി സൂപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു പാനിൽ ബ്രോക്കോളിയും വെളുത്തുള്ളിയും ഉപ്പും ചേർക്കാം. ഇതൊരു 5-10 മിനിറ്റ് പാകം ചെയ്യുക. അതിനുശേഷം ഇത് തണുക്കാനായിട്ട് വിടാം. ഇനി പാനില് ബട്ടർ എടുക്കുക. വെളുത്തുള്ളിയും സവോളയും കൂടെ ഇട്ട് ഒരു 2-3 മിനിറ്റ് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് തണുക്കാനായിട്ട് വിടാം. തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്സി ജാറിലിട്ട് നന്നായി അരച്ച് പേസ്റ്റ് ആക്കി എടുക്കുക. അരയ്ക്കാൻ നേരം പാകമാക്കി വെച്ചിട്ടുള്ള ബ്രോക്കോളിയും മറ്റു ചേരുവകളും കൂടെ ചേർത്തിട്ട് വേണം അരയ്ക്കാനായിട്ട്. നല്ല പ്യൂരി ഫോമിൽ ഇത് കിട്ടണം. അരച്ചതിന് ശേഷം ഈ പ്യൂരി പാനിലേക്ക് ഒഴിക്കുക. 1 മിനിറ്റ് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഇതിലെ പാലും ചീസ് സ്ലൈസും ചേർക്കാം. എന്നിട്ട് നല്ല സ്മൂത്ത് ആയി കിട്ടുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കുക. അടുത്തതായി ഉപ്പും കുരുമുളക് പൊടിയും ഒറിഗാനോയും ഇതിലേക്ക് ചേർത്ത് ഒരു 4-5 മിനിറ്റ് വീണ്ടും പാകം ചെയ്യാം. നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ സൂപ്പായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ ഹെൽത്തിയും അതുപോലെ ടേസ്റ്റിയുമായിട്ടുള്ള ഈ ഒരു ബ്രോക്കോളി സൂപ്പ് നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള റെസിപ്പീസിനായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.